വളരെ ഗുഡായ ഒരു ഈവനിങ് തന്നെയാണ്. ഈ ദൃശ്യങ്ങളിൽ കാണാം, എനിക്ക് ഒപ്പമുണ്ട് കൃഷ്ണനും രാധയും രണ്ടുപേരും. ഞാൻ കുറേ കൃഷ്ണന്മാരെ നേരത്തെ കണ്ടു, പക്ഷെ ഒരു രാധയെ കിട്ടാനില്ലായിരുന്നു. ഇപ്പോൾ രണ്ടുപേരെ എന്തായാലും ഒന്നിച്ച് കിട്ടിയിരിക്കുകയാണ്. പേരെങ്ങനെയാ? പേരെങ്ങനെയാ? അവനി. എത്രാമത്തെ തവണയാണ് പങ്കെടുക്കുന്നത്? ഞാൻ 14 തവണ പെടുന്നു. എത്ര വയസ്സിലാണ് ആദ്യം വന്നത്? 8 മാസം മുതൽ, ജനിച്ച 8 മാസത്തിനുള്ളിൽ പങ്കിടാൻ തുടങ്ങിയതാ. ജനിച്ച് 8 മാസമായപ്പോൾ തൊട്ട് ഇതാ ശ്രീകൃഷ്ണ ജയന്തിയിൽ വരുന്ന കൃഷ്ണനാണ് നമ്മളോടൊപ്പമുള്ളത്, രാധയുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് ഇന്നത്തെ ദിവസം ഏറ്റവും ഗംഭീരമായ ആഘോഷമായിരിക്കും അല്ലേ? ഓ, അടിപൊളിയാക്കും. അപ്പോൾ ഗംഭീരമാവട്ടെ. യെസ്, ഇതാ രണ്ടുപേരെ ഒന്നിച്ചൊരു ഫ്രെയിമിൽ കണ്ടപ്പോൾ പിടിച്ചതാണ് സുജിയ. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പല സൈസിലുള്ള കൃഷ്ണന്മാരാണ്. കുഞ്ഞു കൃഷ്ണന്മാരുണ്ട്. ഈ 6 മാസം പ്രായമുള്ള കുഞ്ഞു കൃഷ്ണന്മാരെ തോളിലേറ്റി അമ്മമാർ വന്നിട്ടുണ്ട്. അവിടെ ദേ നിലത്തിരിക്കുന്നുണ്ട് കുറച്ച് നല്ല കുഞ്ഞു കൃഷ്ണന്മാർ, നല്ല സുന്ദരന്മാരായി അണിഞ്ഞൊരുങ്ങി വന്ന കൃഷ്ണന്മാർ. എല്ലാവരെയും പിടിച്ചിരുത്താൻ മാതാപിതാക്കളൊക്കെ പാടുപെടുകയാണ്. കുറേ നേരം കാത്തിരുന്നതിൻ്റെ ക്ഷീണമൊക്കെ എല്ലാവർക്കും ഉണ്ട്. അല്പസമയത്തിനുള്ളിൽ ഇവിടെ നിന്നും ഈ ഉദ്ഘാടന കർമ്മം നടക്കും. മേജർ രവിയാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഒരു കുഞ്ഞു കൃഷ്ണൻ അതാ എന്തോ സങ്കടം വന്ന് കരയുന്നുണ്ട്. അങ്ങനെ ആകെ കളറാണ് ഇവിടുത്തെ കാഴ്ച. അല്പസമയത്തിനുള്ളിൽ ഇവിടെ കൃഷ്ണന്മാരാലും രാധമാരാലും നിറയും എന്നുള്ളതാണ്. ഇവിടെ നിന്നും ഈ ടൗൺ ഹാളിൽ നിന്നും അതുപോലെ അയ്യപ്പൻകാവിൽ നിന്നും ഉൾപ്പെടെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന ഈ ശോഭായാത്ര ഒടുക്കം ജോസ് ജംഗ്ഷനിൽ സംഗമിക്കും. അവിടെ വെച്ചത് മഹാശോഭായാത്രയായി മാറി. പിന്നീട് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലാണ് വൈകിട്ട് 7 മണിയോടുകൂടിയാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം.